വൃക്ഷം എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരിക്കലും ചലിക്കാത്തത്, അല്ലെ? നിശ്ചലമായി നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ വൃക്ഷ ആസനം എന്നുള്ള ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചലിക്കാതെ നിശ്ചലമായി നമ്മുടെ ശരീരത്തിനെ ബാലൻസിനോട് കൂടി ദീർഘനേരം നിർത്തുക. ആ ദീർഘനേരം നമ്മൾ വൃക്ഷാസനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചഞ്ചലാവസ്ഥകളെല്ലാം നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് നമുക്കൊരു ധ്യാനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ ആ ഒരു ഏകാഗ്രത അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ശരീരത്തിന്മേലുള്ള നമ്മുടെ ആ ഒരു നിയന്ത്രണം നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് വിജയം നേടാനും കഴിയും. അപ്പോൾ ഈ വൃക്ഷാസനം എന്ന് പറയുന്ന ആസനം എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നിൽക്കുന്നു, ഒരു കാലിൽ ഏകദേശം ഈ ഒരു കാലിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വൃക്ഷം കണക്കെ നമ്മൾ ബോഡിയെ ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ തായിൽ മാക്സിമം ഉപ്പൂറ്റി വയ്ക്കുക. ശേഷം കൈകൾ നിവർത്തി നമ്മുടെ ചെവിക്ക് നേരെ തന്നെ പിടിക്കുക. നോട്ടം ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കുക. കണ്ണിമ പോലും വെട്ടുന്നത് നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് സ്വാധീനിക്കും. ശേഷം തിരിച്ചു വരിക. അതുപോലെ അടുത്ത കാലുകളും ഇതേ രീതിക്ക് തന്നെ നമ്മൾ വെക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ചെവിക്ക് നേരെ തന്നെ പിടിക്കുക. നോട്ടം ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കുക. ഈ ഒരു ആസനം പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മുടെ കണ്ണിന്റെ ഒരു ഇമ വെട്ടുന്നത് പോലും നമ്മുടെ ബോഡിയിലെ ബാലൻസിങ്ങിനെ സ്വാധീനിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വൃക്ഷാസനം അഭ്യസിക്കുക. അതിലൂടെ ഈ വൃക്ഷാസനത്തിന്റെ ഈ ഒരു അഭ്യാസത്തിലൂടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും വൃക്ഷാസനം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ നിങ്ങളുടെ മനോനിയന്ത്രണവും ഈ വൃക്ഷാസനത്തിലൂടെ സാധ്യമാവട്ടെ. താങ്ക് യു.